നമസ്കാരം. ജ്യോതിഷത്തെക്കുറിച്ചുള്ള അറിവുകൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. എന്താണ് ജ്യോതിഷം? ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. 4+3 അതിൻ്റെ ഉത്തരം ആരോട് ചോദിച്ചാലും 7 തന്നെയാണ്. അപ്പോൾ ഒരേ ജാതകമുള്ള ആളുകളുടെ ഫലങ്ങൾ വ്യത്യസ്ത ജ്യോതിഷികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഫലങ്ങൾ വ്യത്യസ്തമായി പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ ശരിയായ ആൻസർ തന്നൊരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റർ മീഡിയ ടീം എന്ന ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ജ്യോതിഷമെന്ന് പറഞ്ഞാൽ ജ്യോതി, വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. E=mc². അതിൽ c² എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വേഗതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? സമയത്തെക്കുറിച്ച് പറയണം. ജ്യോതിഷം എന്ന് പറയുന്നത് സമയത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലേറെ പ്രശസ്തമായ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കി തരും. അതേപോലെ തന്നെ ജ്യോതിഷം പഠനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് UGC അംഗീകൃത കോഴ്സുകൾ പഠിക്കുന്നതിന്, ജ്യോതിഷ പഠനം സാധ്യമാവുന്നതിന് ഈ ഒരു സ്ഥാപനം ഏറെ പ്രയോജനം ചെയ്യും. വളരെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു കോഴ്സാണ്. അതായത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണപുരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ സയൻസ്. ഇത് നടത്തുന്നത് ജ്യോതിഷ രംഗത്ത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് ഉടമയും PhD-യുമുള്ള, ഒരു ദശാബ്ദത്തിലേറെ 10-18 വർഷങ്ങളോളം സേവന പാരമ്പര്യമുള്ള ഡോക്ടർ ശ്രീകാന്ത് KV ആണ്. ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും ജ്യോതിഷ പഠനം ഒരു കോഴ്സായി പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് അത് വളരെ വിശദമായി ക്ലിയറായി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കമാൺ. അപ്പോൾ ജ്യോതിഷ രംഗത്തെ അറിവുകൾ തേടിയുള്ള എൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ സയൻസ്. നമ്മുടെ പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം. ജ്യോതിഷ രംഗത്തെ ലെജൻഡായ ഡോക്ടർ ശ്രീകാന്ത് KV ആണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. പ്രോഗ്രാമിലെ നമസ്കാരം. കേരളത്തിൽ ഒരുപാട് ജ്യോതിഷ സ്ഥാപനങ്ങളുണ്ട്, അധ്യാപകരൊക്കെ ഉണ്ട്. എങ്കിലും താങ്കളുടെ ക്ലാസ് ഞാൻ കുറച്ച് കേൾക്കുകയായിരുന്നു. കുറേ കുട്ടികളുണ്ട്. വളരെ മനോഹരമായ ക്ലാസ്. ആ സബ്ജക്റ്റ് വളരെ നന്നായി താങ്കൾ കൈകാര്യം ചെയ്യുന്നു. ഒരു മികച്ച അധ്യാപകൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക്, ഈ പരിശീലന രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്താണ് സാർ? തീർച്ചയായിട്ടും ജ്യോതിഷം ഞാൻ ആദ്യം മുതൽ ഏകദേശം 9 ഗുരുക്കന്മാരിലൂടെയാണ് ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പം ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു വരുമ്പോൾ, ഓരോ ഘട്ടങ്ങളിലെത്തുമ്പോൾ നമുക്ക് സാമാന്യേന ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും സമൂഹത്തിൽ ജ്യോതിശാസ്ത്രത്തിന് ഒരു സ്യൂഡോ സയൻസിൻ്റെ വെർഷൻ ഉണ്ട്, ശാസ്ത്രലോകമല്ല എന്നുള്ളൊരു വെർഷൻ. അപ്പോൾ അതിനുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ്. അപ്പോൾ പല ഗുരുക്കന്മാരിൽ നിന്നും അത്രയൊക്കെ അറിഞ്ഞാൽ മതി, അല്ലെ ഇതിന് മുകളിലൊന്നും വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പിന്നെ അനുഭവങ്ങൾ പലയിടത്തുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കൂടുതൽ അറിയണമെന്നുള്ളൊരു താല്പര്യമായിരുന്നു അതിന്. അപ്പോൾ അങ്ങനെ പണ്ട് മുതലേ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ജ്യോതിശാസ്ത്ര മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഓഹരി വിപണിയുടെ ക്ലാസ്സുകൾ നടത്തുന്ന ഒരാളായിരുന്നു. അപ്പം ബേസിക്കലി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചിങ് എന്ന കലയുണ്ട്. അതെ. പിന്നെ ജ്യോതിഷം ചർച്ച ചെയ്യുന്ന കുറേ സൗഹൃദ വലയങ്ങളിൽ വന്നപ്പം ഞാൻ അനുഭവിക്കുന്നതോ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതും കൗതുകകരമായിട്ട് തോന്നി. 2, ഒരു നല്ല അധ്യാപകന് മാത്രമേ നല്ലൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസ്ട്രോളജറായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ അറിവുകൾ പഠിപ്പിക്കും തോറും വർദ്ധിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെ കൂടുതൽ അറിവുകളിലൂടെ കടന്നു പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ട് പഠിപ്പിക്കാൻ ഇറങ്ങി. ശരി.
ശരിക്കും താങ്കൾ ചെയ്യുന്നത് ഒരു ഇരട്ട റോളാണ്, ഒരു ജ്യോതിഷിയുടെയും അതേപോലെ ഒരു പരിശീലകന്റെയും. അതെ, ഇതെങ്ങനെ സാധ്യമാകുന്നു? അത് ഇരട്ട റോളൊന്നും പറയണ്ട. നമ്മുടെ പൊതുവെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. അപ്പം പഠിപ്പിക്കുന്നത് കൂടുതൽ ഇഷ്ടമാണ്. ആദ്യമേയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഹരമായിരുന്നു. പിന്നെ പഠിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം, നമ്മളെപ്പോഴും ഏത് സമയത്തും ഏത് ചോദ്യത്തിനെയും ഫേസ് ചെയ്യേണ്ടി വരും. അത് കുട്ടികളുടെ അടുത്തു നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും ലൈവായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസിൽ ഈശ്വര അനുഗ്രഹത്താൽ ഈ ഒരു പ്രായത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നേക്കായിൽ ഡബിൾ ഏജ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗുരുതുല്യരായിട്ടുള്ള ശിഷ്യഗണങ്ങളുണ്ട്, ഞാൻ കണ്ടു. അപ്പം അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു തലത്തിലോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ. ഇതിപ്പം ഒരു ഇഷ്ടപ്പെട്ട മേഖല, അപ്പം എന്ത് ചെയ്യും, റോൾ ചെയ്യാം. പിന്നെ വന്ന അറിവുകളിൽ കിട്ടിയിരിക്കുന്ന ചില തൃപ്തികരമല്ലാത്ത അനുഭവങ്ങളുണ്ട്. തൃപ്തികരമല്ലാത്ത അനുഭവം എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ പ്രമാണങ്ങളിൽ കുറേയേറെ അപക്വമായ വിശകലനങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത് ജ്യോതിഷം പഠിച്ചവർക്ക് പലർക്കും അറിയാം. ഇപ്പം മിഥുനൻ രാശി എന്ന് പറയുന്ന ഒരു രാശിയുടെ രാശിശീലത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് നമുക്കൊരിക്കലും സഭ്യമായിട്ട് ബലം പറയാൻ പറ്റാത്ത ഘടകങ്ങൾ അതിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട്. അത് ഒരു രാശിയിൽ മാത്രമല്ല, അങ്ങനെ എല്ലാ രാശികളിലും ഈ സഭ്യതയില്ലാത്ത ഘടകങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഘടകങ്ങൾ വരുന്നു. ഇതെല്ലാം ഒരു വിധത്തിൽ എന്തായിരിക്കും ആചാര്യൻ ഇത്രമാത്രം ആഭാസകരമായ എഴുത്തുകൾ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഒരു സംശയം. ചരിത്രം സാക്ഷിയാണ് ശരിക്കും അല്ലേ? അപ്പൊ ശരിക്കും അതെ, അങ്ങനെ ചരിത്രം സാക്ഷിയാണെന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ ചരിത്രത്തെ ആക്കിപ്പോയി എന്നുള്ളത്. ശരിക്കും എന്ന് വെച്ചാൽ ആചാര്യന്മാർ, ഇപ്പം വരാഹമിഹിരാചാര്യർ, പരാശര മുനി, ഇവരൊക്കെ ജ്യോതിഷപരമായ മഹത്തരമായിട്ടുള്ള പ്രമാണങ്ങൾ നമുക്ക് തന്നപ്പം അതിൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഇന്ന് കാണുന്ന ഓരോ ഗ്രന്ഥങ്ങളും. അതിൽ വരുന്ന അർത്ഥങ്ങൾ അത് പഠിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം എന്താ പറയുക അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൂടുതലായിട്ട് പദാനുപദം അർത്ഥങ്ങളെ എടുത്ത് പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ആഗ്രഹിച്ചു. കൂടുതൽ മികച്ചതായ രീതിയിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കൂടുതൽ ഒരു ഇൻഡെപ്തിലുള്ള അനാലിസിസ്, റിസർച്ച് എല്ലാം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഡേറ്റാസ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലെജൻഡ് എന്ന് പറഞ്ഞത് വെറുതെ ഞാൻ പറഞ്ഞത് അല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി. ലെജൻഡ് ഒന്നും പറയാറായിട്ടില്ല. എനിക്ക് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പൊ പരാശരമുനിയൊക്കെ ഇപ്പൊ എന്ത് വിളിക്കും? മഹാലെജൻഡ് നിങ്ങൾ വിളിക്കും. എന്തായാലും ശ്രീകൃഷ്ണപുരിയിലെ എന്തൊക്കെ കോഴ്സുകളാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഡിപ്ലോമ കോഴ്സാണ്. ഇപ്പൊ 2023 ഇത് അംഗീകൃതമായി. അതെ അതെ, UGC അംഗീകൃതമായി. ഇപ്പൊ നിലവിൽ കേരളത്തിൽ മാത്രം ഇതിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് സർട്ടിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷെങ്കിൽ ഇപ്പം UGC അംഗീകൃതമായതോടുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇനിയും നിയമപരമായിട്ട് ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ വന്ന മാതിരി മറ്റേ നരബലി ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഘടകം വന്നാൽ നിയമപരമായിട്ട് ഓൾറെഡി ഗവൺമെൻറ് ഇതിൻ്റെ പ്രോസസ്സിലാണ്. അപ്പം അന്ധവിശ്വാസ ബില്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നിടത്ത് ഇതിനെ ഒരു അന്ധവിശ്വാസ വിധാനത്തിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ 2, അന്ധവിശ്വാസത്തിന് യാതൊരു ഊന്നലുമില്ല. നമ്മളുടെ ക്ലാസ്സിന് പ്യുവർ സയൻറ്റിഫിക് സയൻസിൽ മാത്രമാണ്. എന്തുകൊണ്ട് ജ്യോതിശാസ്ത്രം എങ്ങനെ, അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും സയൻറ്റിഫിക്കലി തന്നെയുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ്. ഡിപ്ലോമ കോഴ്സ് മാത്രമേ ഉള്ളൂ? ഡിപ്ലോമ മാത്രമാണുള്ളത്. അത് ഓൺലൈനും ഡിപ്ലോമയും PG ഡിപ്ലോമയും. ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടും ഉണ്ട്. പിന്നെ റെക്കോർഡഡ് വെർഷൻസും ഉണ്ട്. റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് അവർക്ക് ചിലർക്കും സമയം ഉണ്ടാവില്ല, അവർക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാനായിട്ട് റെക്കോർഡ് സെഷൻസ്. നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ് സാർ? UGC സർട്ടിഫിക്കേഷൻസ് ആണ്. എക്സാം ഉണ്ടാകും, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നോർമലി ഒരു യൂണിവേഴ്സിറ്റി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ഇവിടെയും കടന്നു പോകും. എക്സാമിനേഷൻ ഫസ്റ്റ് UGC ബാച്ചിൻ്റെ എക്സാമിനേഷൻ ഈ മാർച്ചിൽ നടന്നു. അവരുടെ റിസൾട്ട് എല്ലാം വന്നു, എല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് ഞാനൊരു കാൻഡിഡേറ്റാണ്. ശരി. കാരണം കേരളത്തിൽ നിന്നും UGC സർട്ടിഫൈഡ് അസ്ട്രോളജി പഠിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു വാലിഡിറ്റി വേണ്ടേ. തീർച്ചയായും. എനിക്ക് വേറെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അവിടുത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ UGC വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, UGC ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ ആധികാരികമായ നിയമ പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന
ഒരു മേഖലയിൽ നിന്നാണ് UGC. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൽ പല സ്ഥാപനങ്ങളും പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷേ അതൊരു ട്രസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ മാത്രമാണ്. ആ ട്രസ്റ്റിൽ നിൽക്കുന്ന ആളിൻ്റെ അറിവ് അവർ പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ. പക്ഷേ ഈ ട്രസ്റ്റ് എവിടെ രജിസ്റ്റേർഡ്? ശരി. ഇത് UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ രജിസ്റ്റേർഡ് ആണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. UGC മാത്രമാണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും. അത് കേരള സർക്കാരാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അതെ 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 അതുപോലെയാണ് ഇപ്പൊ കേരള സർക്കാർ എന്ന് പറയുന്നതിന് മുകളിലാണ് UGC. അതല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം. നീതി ആയോഗിന്റെ സർട്ടിഫിക്കേഷനും നമുക്കതേപോലെ ക്ലാസ് ടൈം, ഇതിന്റെ പ്രായപരിധി, അങ്ങനെയൊക്കെ. പ്രായപരിധി പഠിക്കുന്നതിന് പ്രായപരിധിയൊന്നുമില്ല. മറിച്ച് ഈ നമ്മളെന്താ പറയുക, ഇപ്പം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതിന് മിനിമം വേണ്ടത് SSLC പാസ്സാവണം. പാസ്സാവണമെന്നല്ല, SLC കവേർഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യാനായിട്ടും ശമ്പളക്കാരനായിട്ട് ജോലി ചെയ്യാനായിട്ടും ഈ വർഷം മുതൽ അവസരമുണ്ട്. ഇവിടെ തന്നെ നമ്മൾ നിലവിൽ ഇപ്പോഴത്തെ ബാച്ചിൽ പഠിച്ചിറങ്ങിയതിൽ ഓൾറെഡി 7 പേര് പ്ലേസ്ഡ് ആണ്. അവർ ഒരാൾ 25 രൂപ, അവരുടെ വർക്ക് അനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരാൾക്ക് 25 രൂപ ഉണ്ട്, ഒരാൾ 30 രൂപ 40 രൂപ, ഇങ്ങനെ ആ റേഞ്ചിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓൺലൈനിലൊപ്പം ആണെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ട്. നമ്മുടെ ക്ലാസ് ടൈം അതേക്കുറിച്ച് പറഞ്ഞില്ല. വൈകിട്ട് 8 മുതൽ 10 വരെ. തിങ്കളാഴ്ച ഒരു ബാച്ച് ഉണ്ട്, തിങ്കളും ചൊവ്വയും ഒരു ബാച്ച്, ബുധനും വ്യാഴവും വേറൊരു ബാച്ച്, ശനി ഞായറും അഡ്വാൻസ്ഡ് ലെവൽ ബാച്ച് ഉണ്ട്. അതായത് അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണമൂർത്തി പദ്ധതിയുടെ കോഴ്സ് ഉണ്ട്, KP അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു സംഭവം, അതിൻ്റെ ഒരു ബാച്ചും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സെഗ്മെൻറ്റുകളാണ്. ഒരു വർഷത്തിൽ നമുക്ക് ഡിപ്ലോമയ്ക്ക് ആകെ 2 ബാച്ചേ ഉള്ളൂ. ഒരു ബാച്ചിൽ നമ്മൾ 30 പേരെ വെച്ചിട്ടാണ് എൻറോൾ ചെയ്യുന്നത്. അഡ്മിഷന് ടൈമൊക്കെ ഉണ്ടോ സാർ? ഇപ്പം 2025 സെക്കൻഡ് പാനൽ അഡ്മിഷൻ ഈ ജൂലൈ 4 സ്റ്റാർട്ട് ചെയ്യും. അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യും, ഇന്ന് ക്ലാസ് ആരംഭിക്കാം. ജൂലൈ 4 ക്ലാസ് ആരംഭിക്കുകയാണ്. ഈ ഒക്ടോബറോട് കൂടി ഇപ്പോഴുള്ള ബാച്ച്, ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നേരത്തെ വന്നപ്പോൾ കണ്ട ബാച്ച് ഇന്ന് ഒക്ടോബറോട് കൂടിയിട്ട് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അവർക്ക് പിന്നെ എക്സാംസും കാര്യങ്ങളായിരിക്കും. പിന്നെ അടുത്ത ബാച്ചിന് നമ്മൾ ബൈ ഒക്ടോബറിലെ വിദ്യാരംഭത്തിനോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്. അതേപോലെ എനിക്കിപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ നേരിട്ട് വരണോ അതോ ഓൺലൈനിൽ? നേരിട്ട് വരേണ്ട, നമുക്ക് കോർഡിനേറ്റർ ഉണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം കവർ ചെയ്തു. ശരി സാറേ, ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 3 വർഷമാണോ അതോ 1 വർഷമാണോ? ഇല്ല, നമുക്ക് ഡിപ്ലോമ 1 ഇയർ കോഴ്സാണ്. പിന്നെ 3 മന്ത്സിൻ്റെ ഒക്കെ നമുക്ക് അഫിലിയേഷനിലുണ്ട്, പക്ഷെ ഞാനത് എൻറോൾ ചെയ്യുന്നില്ല. 3 മാസം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ അത് 3 മന്ത്, അത് സർട്ടിഫിക്കേഷൻ അല്ല, അത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് സർട്ടിഫിക്കേഷൻ ഉള്ളത്. അത് മീൻസ് കൃഷ്ണമൂർത്തി പദ്ധതിയുടെ ലെവൽ 1, ലെവൽ 2, അങ്ങനെ ലെവൽ 3, അങ്ങനെ 3 ലെവൽസുകളാണ്. 4th ലെവലുണ്ട്, അത് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അത് ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ശാഖയുമായി ബന്ധപ്പെട്ടാണ്. ബാക്കിയുള്ളത് 3ഉം അഡ്വാൻസ്ഡിലാണ്. 2നും സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അഡ്വാൻസ്ഡ് ഡിപ്ലോമയ്ക്ക് നീതി ആയോഗിൻ്റെ സർട്ടിഫിക്കേഷൻ മാത്രമല്ല. പിന്നെ അതേ കൂടാതെ നമുക്ക് ഡിപ്ലോമ 1 ഇയർ കോഴ്സാണ്. ഇത് 1 ഇയർ നോർമലി കവർ ചെയ്ത് പോകുന്നുണ്ടാവും. എക്സാമിനേഷനും 1 ഇയർ 11 മാസം കഴിഞ്ഞപ്പോൾ വേണേലും എക്സാംസ് ഉണ്ടാവും. ഈ ലേണിംഗ് സംഭവം ഉണ്ടല്ലോ, അത് അതേക്കുറിച്ച് വലിയ ഐഡിയ എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തത്. ഇല്ല, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ക്ലാസ്സുകളുടെ ഇപ്പം മുഹൂർത്തം, കബഡി പ്രശ്നം, ജാതകം, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ക്ലാസ് പലർക്കും ഇപ്പം നമ്മൾ ക്ലാസ് നടത്തുന്ന ടൈം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാത്രി 8 മുതൽ 10 വരെ എന്ന് പറഞ്ഞു. പൊതുവേ ജ്യോതിഷത്തിൻ്റെ ക്ലാസ് എല്ലാവരും പകലാണ് നടത്തുക. ഈ പകല് നടത്തുമ്പോൾ പലർക്കുമുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ചില പലരും ക്ഷേത്രശാന്തികളായിരിക്കും, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർക്ക് ഒരല്പം വിശ്രമിക്കാനുള്ളൊരു സമയമാണ്. നേരെ മറിച്ച് 8 മണി എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും 10 മണി വരെ അവരുണ്ടാവും. സോ അവർക്കൊരു അവസരമാണ്. പിന്നെ ബാക്കി എംപ്ലോയീസിന് പഠിക്കാൻ അവസരമാണ്. മീൻസ് പ്രായം നേരത്തെ ഘടകമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 8 മണി എന്ന് പറയുന്നത് ആ ഒരു ടൈം കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇനി ഈ സമയത്തും പറ്റാത്തവർക്ക് ഇതിൻ്റെ എല്ലാം ഫുൾ റെക്കോർഡിങ്സ്, ഹൈ ഡെഫിനിഷൻ റെക്കോർഡിംഗ് വീഡിയോസ് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ള വെബ്സൈറ്റിൽ ശ്രീകൃഷ്ണപുരി.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാം. അത് ബണ്ടിൽ ഓഫേഴ്സ് കിട്ടുന്നുണ്ടാവും ചില സമയത്ത്, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വീതം പഠിക്കും. അതിന് ഒരു 199 രൂപ മുതൽ ഓരോ ചാപ്റ്റേഴ്സും ചിലപ്പോൾ മുന്നോട്ട്. അത് 199, 200, 600 ഈ റേഞ്ചിനകത്താണ് ഉണ്ടാവുക. അത് ബണ്ടിലായിട്ട് പർച്ചേസ് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് ഓരോന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു
22-23 രൂപ വരെ പോകും. ബണ്ടിലായിട്ട് പോകുമ്പോൾ മാക്സിമം ഒരു 12 രൂപയ്ക്കൊക്കെ ചില സമയത്ത് ഓഫർ കിട്ടും. ഈവൻ ചിലപ്പോൾ സ്പെഷ്യലി വർഷത്തിൽ 2 പ്രാവശ്യം ലോ പ്രൈസിൽ ഒരു ദിവസത്തേക്ക് മാത്രം ചിലപ്പോൾ ഓഫർ കൊടുക്കും. അതുപോലെ തന്നെ ഈ ജ്യോതിഷ രംഗത്ത് ഒരു ജ്യോതിഷിയായും ഒരു അധ്യാപകനുമായും ഒക്കെ വളരെ തിരക്ക് പിടിച്ച സമയത്തും PhD ഉണ്ട്, അതേപോലെ തന്നെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിൻ്റെ ഉടമയാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമായി? ഇല്ല, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സും PhD ഇപ്പം രണ്ടും ഇത് രണ്ടും എനിക്ക് ഒറ്റ ട്രാക്കിൽ പോയതാണ്. വെച്ചാൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാലോ, അസ്ട്രോളജിക്ക് PhD എടുക്കാമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അതെ. എന്നാൽ ഇന്നൊരു UGC അംഗീകൃതമായിട്ടുള്ളൊരു PhD ഇന്ന് ഫസ്റ്റ് ബാച്ച് ആവാൻ പോകുന്നേ ഉള്ളൂ 2 വർഷം കൂടെ കഴിയുമ്പോൾ. കാരണം 2023 അത് വന്നിട്ടുള്ളത്. അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ ഉള്ള ഒരു വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും റിസർച്ച് ഒരു ഘടകമാണ്. ഒരു കുട്ടിയുടെ ജനനത്തെ സംബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിയറിയും സയൻസും, അസ്ട്രോളജിക്കൽ തിയറിയും സയൻസും എന്താണെന്നും അതിന് കുട്ടികളുടെ ബർത്ത് ഡീറ്റെയിൽസ്, ലൈവായിട്ടുള്ള ഡീറ്റെയിൽസ്, ഹോസ്പിറ്റലിൽ നിന്ന് ഒംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ടൈം വിത്ത് സെക്കൻഡ്സും, അതേപോലെ തന്നെ അവരുടെ തല കാണുന്ന ടൈം വിത്ത് സെക്കൻഡ്സും, ഇത് രണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്ത് അത് ഒരു 700ഓളം ജാതകങ്ങളിൽ അപ്ലൈ ചെയ്ത് തിയറി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരം എല്ലാ ബർത്തുകളും ഒംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോഴാണെന്ന് തിയറിറ്റിക്കലിയും സയൻറ്റിഫിക്കലിയും കണക്ട് ചെയ്തു തെളിയിച്ചു എന്നുള്ളതാണ് ആ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഓണറിങ് വരുന്നത്. അപ്പോൾ അതിൽ വന്നപ്പോൾ നമുക്കൊരു ഗുണം എന്താ ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു PhD സെഗ്മെൻറ്റും എനിക്ക് കിട്ടി, പ്ലസ് ഈ ഓണറിങ് കിട്ടി, അതിൻ്റെ ഡോക്ടറേഷൻ അവിടെ നിന്ന് ഓതറൈസ് ചെയ്ത് കിട്ടി. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റാണ് അതിൽ നിന്ന് കിട്ടിയത്. പ്ലസ് നമ്മുടെ അറിവ് വർദ്ധിച്ചു. 2 കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന സമയങ്ങൾ എല്ലാം എപ്പോഴും ശരിയല്ല എന്ന പൂർണ്ണ ബോധ്യവും കിട്ടി. എന്നാലും ജ്യോതിഷത്തെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞു തന്നത്. അറിവാകുന്ന അഗ്നി താങ്കൾ ഇനിയും പകർന്നു കൊടുക്കുവാൻ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനുമൊക്കെ ഞങ്ങൾ നേരുകയാണ്. അപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കോഴ്സായി പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കോട്ടയം കോടിമത പള്ളിപ്പുറത്തെ ഭദ്രകാളി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ശ്രീകൃഷ്ണപുരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ സയൻസ്. ആ കോഴ്സ് അംഗീകൃതമാണ്. അതേപോലെ വീണ്ടും ഞാൻ പറയുന്ന ആ വാക്ക് തന്നെ, ഒരു ലെജൻഡാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. വീണ്ടും മനോഹരമായ ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ പ്രിയപ്പെട്ട ശ്രീകാന്ത് സാറിനും ക്യാമറമാൻ റിജോയി പറവൂറിനും എൻ്റയർ മീഡിയ ടീമിനുമൊപ്പം സൈനിങ് ഓഫ് ചെയ്യാൻ ചങ്ങനാശ്ശേരി. താങ്ക് യു സാർ.